ഹായ് ഓൾ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. യൂണിറ്റ് 7 ആൻഡ് 8 ആണ് ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ്. ഓക്കെ, മുൻപുള്ള യൂണിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം യൂണിറ്റ് 7 പ്രസന്റേഷൻ സ്കിൽസ്, എസെൻഷ്യൽസ് ഓഫ് പ്രസന്റേഷൻ സ്കിൽസ്. ഒരു പ്രസന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രസന്റ് ചെയ്യുകയാണ്. എനിക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്നും മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് ക്ലാസ് എടുത്ത് തരികയാണ്. അതിനെയാണ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പ്രസന്റേഷന് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്, പ്രസന്റേഷൻ സ്കില്ല് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ പ്രസന്റേഷൻ എന്ന് പറയുമ്പം ആദ്യം തന്നെ പ്രസന്റേഷന് നമുക്കൊരു വ്യക്തമായ സ്ട്രക്ചർ വേണം. നമ്മൾ എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിപ്പിക്കുന്നു എന്ന ആ ഒരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള സ്ട്രക്ചർ വേണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ബിഗിനിങ്, മിഡിൽ, എൻഡിങ് 3 സ്ട്രക്ചറായിട്ടാണ് പ്രസന്റേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ എല്ലാവരും ഒരു ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പം ഞാൻ വെളിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചൊരു PPT പ്രസന്റേഷൻ എല്ലാവർക്കും ഒരു ബോധവൽക്കരണം പോലെ നിങ്ങൾക്ക് തരാനായിട്ട് വരികയാണ്. അപ്പം ഞാൻ അവിടെ വന്ന് നിന്നിട്ട് ഹായ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇപ്പം നമുക്ക് ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിനൊക്കെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ഇങ്ങനെ കേട്ടിരിക്കത്തുള്ളൂ. സോ അതിന് മുന്നോടിയായിട്ട് ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഞാൻ ആദ്യമേ തന്നെ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എൻ്റെ പേര് ആനന്ദ് എന്നാണ്. ഞാൻ ഇന്ന കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നു. നിങ്ങൾക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതായത് ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും എങ്ങനെ ഒന്ന് റിലീവ് ആകാം, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ആ ഒരു സഫറിങ്ങിനെ എങ്ങനെ നേരിടാൻ ഉള്ളതിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ വന്നതാണ്, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷനുമായിട്ട് വന്നതാണ്. ഞാൻ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം, ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്താണ്, ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ആണെന്ന് പറയാൻ പോകുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഞാനത് കൺക്ലൂഡ് ചെയ്യും. കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് എല്ലാവരോടും ഒന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനും ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, അതായത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റൈസ് ആവുന്നുണ്ടോ, ആ ക്വസ്റ്റ്യൻ റൈസ് ആകുന്നുണ്ടെങ്കിൽ അതെന്താണ്, അതിനുള്ള മറുപടിയും ഞാൻ കൊടുക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അത് ഞാൻ ഈ 3 സ്ട്രക്ചർ വഴി പറഞ്ഞുതരാം. ഓക്കെ, ബിഗിനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാകും. ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആരാണെന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പ്രസന്റേഷൻ ആയതുകൊണ്ടാണ് പ്രസന്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, രണ്ടാമത് നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്, ഓക്കെ, എന്ത് കാര്യം അവരിലേക്ക് എത്തിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദ ടോപ്പിക് ഷുഡ് ബി ഇൻ ദ നെക്സ്റ്റ് പോർഷൻ. അത് ബിഗിനിങ്ങിൽ തന്നെയാണ്. ഓക്കെ, അപ്പം ആ ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ഓക്കെ, ഇപ്പം പ്രസന്റേഷൻ സ്കില്ല്. ഓക്കെ, ഈ ഒരു യൂണിറ്റിൽ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിന്നിട്ട് സ്ട്രക്ചർ ഓഫ് പ്രസന്റേഷൻ ഇതിൻ്റെ അടുത്ത് കവർ ചെയ്യാൻ പോകുന്നത്, വിഷ്വൽ എയ്ഡ്, എൻഡിങ് ഓഫ് പ്രസന്റേഷൻ, സൈൻ പോസ്റ്റിംഗ്, ദ എൻഡ് ഓഫ് യുവർ ടോക്ക്. ഓക്കെ, ഈ 4 ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുവാണ്. അത് ബിഗിനിങ് വരണം. ഓക്കെ, ഞാൻ കവർ ചെയ്യാൻ പോകുന്ന ആ ടോപ്പിക്സിനെ ബിഗിനിങ്ങിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ മിഡിൽ പാർട്ട്. മിഡിൽ പാർട്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പം ആ ഒരു ഭാഗത്ത് നമ്മൾ 4 പോയിന്റ്സേ യൂസ് ചെയ്യാവുള്ളൂ എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ടോപ്പിക് എന്തോരം വാസ്റ്റ് ആണോ അത്രയും ടോപ്പിക്സ് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്കൊരു പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചു വെക്കുക, ഇപ്പം അതാണ് ആവശ്യം. സോ 4 പോയിന്റ്സ് യൂസ് ചെയ്യുക. ആ 4 പോയിന്റ്സ് നമുക്ക് ചിലപ്പോൾ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ഒരു 4000 പോയിന്റ്സ് കിട്ടും. ആ 4000 പോയിന്റ്സിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 4 പോയിന്റ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ആ 4 പോയിന്റ്സിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ആ 4 പോയിന്റ്സ് ഇപ്പം ഞാനിപ്പോൾ പറയുകയാണ്. എൻ്റെ പ്രസൻറ്റേഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിട്ടേക്ക്, എൻ്റെ പ്രസൻറ്റേഷൻ IT ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഞാനിത് എൻ്റെ കോളേജ് ടൈമിൽ ഇത് ചെയ്തതാണ്. എന്താണ്, സെമിനാർ എടുത്ത ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഞാൻ സെമിനാർ എടുത്തത്. അപ്പം ഡീപ്പ് ഫേക്ക് എന്ന് പറയുമ്പോഴത്തേനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് നമ്മുടെ ഫേസിനെ റീക്രിയേറ്റ് ചെയ്ത് വേറൊരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് സിസ്റ്റത്തിൽ വേറൊരു നമ്മളെപ്പോലെ തന്നെ ഒരു പ്രതിരൂപം ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഡീപ്പ് ഫേക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പോരായ്മകളുണ്ട്, ഗുണങ്ങളുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ പോരായ്മ എടുക്കുകയാണെങ്കിൽ ക്രിമിനൽ കുറ്റം, അതുപോലെ തന്നെ നമ്മുടെ ഐഡന്റിറ്റി മിസ്യൂസ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പം ആദ്യം തന്നെ അതിൻ്റെ നെഗറ്റീവ്സ് ഏതായാലും പറയില്ല, പോസിറ്റീവ്സേ പറയുള്ളൂ. ഇപ്പം ഞാൻ നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഈ നെഗറ്റീവ്സ് കൊണ്ടിട്ടിട്ട് അങ്ങ് ഇലാബറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ടോപ്പിക്സ് ഇപ്പം 3-4 ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ആ 4 ടോപ്പിക്സും
ഒരു ടോപ്പിക് ഒരു 2 പാരഗ്രാഫ് വെച്ച്, അതായത് മനസ്സിലാകുന്ന രീതിയിൽ 2 പാരഗ്രാഫ് വെച്ച് ഇലാബറേറ്റ് ചെയ്യും. ഓക്കെ, ഇത് ഇലാബറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് പറയാൻ വന്നതെന്ന് നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാകുന്ന പോർഷൻസ് മാത്രമേ നമ്മൾ അവരുടെ അടുത്ത് പറയാൻ പാടുള്ളൂ. ഒരിക്കലും വാസ്റ്റായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പോലെ വലിച്ചു വാരിയൊന്നും പറയാൻ പാടില്ല. മനസ്സിലാവുന്ന രീതിയിൽ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകാൻ പറ്റുന്ന ലാംഗ്വേജിലും, അതായത് ഇപ്പം ഇംഗ്ലീഷിലൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്ന ഈ കടുകെട്ടിയ വാക്കുകളൊക്കെ ഉണ്ട്. ഓക്കെ, കോൺട്രഡിക്ഷൻ അതുപോലുള്ള വാക്കുകളൊക്കെ, അതൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് ആർക്കും കത്തില്ല. ഈ കോൺട്രഡിക്ഷന് പകരം ഇപ്പം നമ്മൾ അതിൻ്റെ ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദർ ഇസ് എ പ്രോബ്ലം അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ഇച്ചിരി ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ഈ മിഡിൽ പാർട്ടിൽ 4 പോയിന്റ്സ് നല്ല വ്യക്തമായിട്ട് ഇലാബറേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻഡിങ് ഓഫ് എ പ്രസന്റേഷൻ എന്ന് പറയുമ്പോഴത്തേനും സൈൻ ഓഫ് ചെയ്യുകയാണ്. സൈൻ ഓഫ് ചെയ്യുമ്പോഴത്തേനും ഈ ടോപ്പിക്സ് ഒക്കെ അതിലോട്ട് വരുന്നതാണ് ഈ വിഷ്വൽ എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എൻഡിങ് ഓഫ് പ്രസന്റേഷൻ ഞാൻ ഏതായാലും ഇപ്പൊ പറയുന്നില്ല. ഓക്കെ, അടുത്തത് ഞാനിപ്പം അടുത്ത ടോപ്പിക്കിലോട്ട് നേരെ പോകണം. വിഷ്വൽ എയ്ഡ് എന്ന് പറയുമ്പോഴത്തേനും ഞാനിപ്പം പറഞ്ഞില്ല ഡീപ് ഫേക്ക് ഞാൻ ചെയ്തൊരു സെമിനാർ. അപ്പം ഞാൻ ഈ സെമിനാർ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് കുറച്ചുകൂടെ എൻ്റെ ക്ലാസ്മേറ്റ്സിനെയും എനിക്ക് വാല്യുവേഷൻ വന്ന ടീച്ചേഴ്സിനെയും ഇമ്പ്രസ് ചെയ്യണം. അപ്പം ഇമ്പ്രസ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു വിഷ്വൽ എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കിട്ടിയത് ഒരു ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കിട്ടിയതാണെങ്കിൽ ഒരു ഫേസ് ഇങ്ങനെ വെച്ചിട്ട് മറ്റേ പോളിനോമിയൽ തിയറം ഒക്കെ ഇങ്ങനെ പോകുന്ന പോലെ എടുത്ത് ഇങ്ങനെ മാറ്റുന്നതായിരുന്നു. പക്ഷെ അതല്ല, ഡീപ് ഫേക്കിൽ ഡാവിഞ്ചിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് മരിച്ചുപോയ ഒരാളെ ഒരു മ്യൂസിയത്തിൽ ഒരു ഫ്രെയിമിൽ, അതായത് ഇതുപോലെ ഈ ബോർഡ് പോലെ തന്നെ ഒരു ഫ്രെയിമിൽ ഇപ്പം നമ്മൾ അതിന് മുന്നിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ പുള്ളി ഇങ്ങനെ വന്നിട്ട് ഹായ് ഹലോ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന രീതിയിൽ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡീപ് ഫേക്ക് യൂസ് ചെയ്ത്. സോ അതൊരു വീഡിയോ ആയിരുന്നു. അത് എൻ്റെ പ്രസന്റേഷനെ വളരെയധികം ഇമ്പാക്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ആരും എക്സ്പെക്ട് പോലും ചെയ്തില്ല. കാരണം PPT പ്രസന്റേഷൻ ആണ്, നമ്മൾ പ്രൊജക്ടറൊക്കെ വെച്ച് ഇങ്ങനെ ബോർഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഈ ഒരു പ്രസന്റേഷൻ വന്നപ്പോഴത്തേനും ഞാനിപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് എന്താണെന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട്, ക്ലിപ്പ് കൂടെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി ഇന്ന ആൾ ഇന്ന ദിവസം ജനിച്ചു, ഇന്ന ദിവസം മരിച്ചു, അയാളുടെ ഡീപ് ഫേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. സോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ഗ്രോത്ത് പ്രസന്റ് ചെയ്യുവാണെങ്കിൽ പൈ ചാർട്ട്, ഫ്ലോ ചാർട്ട് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രോത്ത് പ്രസന്റ് ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ എന്താണ് ഇപ്പൊ ഇവിടുന്ന് ഒരു ചാർട്ട് തുടങ്ങുവാണെങ്കിൽ ഇങ്ങനെ ചാർട്ട് കയറി പോകും. ചിലപ്പോൾ ആ കമ്പനിക്ക് ലോസ് ആണെന്നുണ്ടെങ്കിൽ നേരെ കുത്തനെ ഇടിഞ്ഞു വരും. സോ ആ ചാർട്ടൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വിഷ്വൽ എയ്ഡിലൂടെ പ്രസന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ കാര്യം കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വിഷ്വൽ എയ്ഡ് പ്രസന്റേഷനിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ കേൾക്കുന്നതിനേക്കാൾ നമ്മൾ കാണുന്നത് എന്താണോ, കാണുന്ന കാര്യം കേൾക്കുന്നതിനേക്കാളും നമുക്ക് 100 മടങ്ങ് ഓർമ്മ നിൽക്കുമെന്നാണ് പറയുന്നത്. സോ ഇപ്പം നമുക്കൊരു കമ്പനിയിൽ ഒരാൾ നമ്മുടെ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ സബോർഡിനേറ്റ് ആയിട്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ വർക്ക് ചെയ്യാനായിട്ടൊക്കെ വളരെ ഒരു ബാക്കിലോട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഇയാളുടെ പെർഫോമൻസിനെ കുറിച്ച് നീ കഴിഞ്ഞ മാസം ഭയങ്കര ലോ പെർഫോമൻസ് ആണ് ചെയ്തത്, സോ ഇമ്പ്രൂവ് ചെയ്ത് വേണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ബൂസ്റ്റപ്പ് ആവില്ല. പുള്ളിനെ വിളിച്ചൊരു റൂമിലിരുത്തി ഒരു പ്രസന്റേഷൻ്റെ ഒരു സ്ലൈഡൊക്കെ ഇട്ട് ഇത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ പെർഫോമൻസ് ലെവലാന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലും നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്, ഇയാളും തമ്മിലുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്, നിങ്ങൾ രണ്ടുപേരും ഒരുപോലാണ് വർക്കിന് കയറിയത്, അയാൾ അടുത്ത പ്രൊമോഷനിലോട്ട് എത്താറായി, നിങ്ങൾ ഇപ്പോഴും അതേ ലെവലിൽ തന്നെ കിടക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മോട്ടിവേറ്റഡ് ആകും. ഒരു പക്ഷേ ആൾ ബൂസ്റ്റപ്പ് ആയേക്കാം, മടിയനല്ല എങ്കിൽ. സോ വിഷ്വൽ എയ്ഡ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, എൻഡിങ് ഓഫ് എ പ്രസന്റേഷൻ. എൻഡിങ് ഓഫ് എ പ്രസന്റേഷൻ ഇത് ഞാൻ ഒരുമിച്ച് പറയാൻ വെച്ചതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും പ്രസന്റേഷൻ എൻഡ് ചെയ്യുമ്പം നമ്മൾ ഈ മിഡിൽ പോർഷനിൽ ഇലാബറേറ്റ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. ഓക്കെ, നമ്മുടെ പ്രസന്റേഷൻ എൻഡിങ് ഏറിപ്പോയ ഒരു 2-3 മിനിറ്റ് കാണാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മിഡിലിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നെ ഇലാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓഡിയൻസ് ബോറടിക്കും. അയ്യോ ഇവൻ ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പിന്നെ അവർ തിങ്ക് ചെയ്യും. നമ്മൾ ആ പ്രസന്ററിന്റെ മേലെ ഉള്ള ഒരു ഇംപ്രഷനും കാര്യങ്ങളും എല്ലാം പോകാനായിട്ടും അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വെറുത്ത് പോകാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉള്ള പാർട്ടാണ് എൻഡിങ് പാർട്ട്. സോ നമ്മൾ ഒരു 2-3 മിനിറ്റിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം ഞാൻ ആ ടോപ്പിക്ക് പറഞ്ഞു, അതിന്റെ ഫോൾട്ട് ഇതാണ്, പോസിറ്റീവ് ഇതാണെന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, ആ പോർഷനെയാണ് എൻഡിങ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ എൻഡിങ്ങിൽ പറയേണ്ടത് നമ്മളിതെല്ലാം പറയുമ്പോൾ താങ്ക്സ് ഫോർ കോർഡിനേറ്റിംഗ്, എനിക്ക് എൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് ഇത്രയും നേരം സഹകരിച്ചതിനൊക്കെ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യുന്ന പറയുമ്പോൾ സൈൻ പോസ്റ്റിംഗ് ദ എൻഡ് ഓഫ് യുവർ ടോക്ക്. നമ്മൾ എപ്പോൾ ഒരു പ്രസന്റേഷൻ തീർത്താലും
അപ്പം അവരുടെ അടുത്ത്, അതായത് നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിക്കണം, ഞാൻ എത്രയും ക്ലാസ് എടുത്താലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുക. ഉണ്ടെങ്കിൽ നല്ലത്, ഉണ്ട് എങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്ത കാര്യം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്നാണ് അർത്ഥം. ആർക്കും ഒരു ഡൗട്ടും ഇല്ല എങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്ത കാര്യം ആർക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് അർത്ഥം. കാരണം മനസ്സിലാകുന്നവനെ ഡൗട്ട് ചോദിക്കുള്ളൂ. സോ നമ്മളിലേക്ക്, അതായത് നമ്മുടെ പ്രസന്റേഷനിൽ നിന്ന് നമുക്കറിയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ സാറേ എന്നൊക്കെ ചോദിച്ച്, അല്ലെങ്കിൽ ചേട്ടാ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒപ്പീനിയനോ ഒക്കെ നമ്മുടെ ഓഡിയൻസിന് റേസ് ചെയ്യാനായിട്ടുള്ളൊരു അവസരവും കൂടെ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പ്രസന്റേഷൻ ക്ലോസ് ചെയ്യാൻ. അപ്പം നമ്മൾ അതിന് മറുപടിയും കൊടുക്കണം. മറുപടിയും കൊടുത്ത് എല്ലാം കഴിഞ്ഞ് താങ്ക്സ് പറഞ്ഞ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഒരു പ്രസന്റേഷൻ സ്കില്ല് എന്ന് പറയുന്നത്. നല്ലപോലെ ബിഗിൻ ചെയ്യുക, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് പറയുക, മിഡിൽ പോർഷനിൽ 4 പോയിന്റ് ഇടുക, എലാബറേറ്റ് ചെയ്യുക, എൻഡിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കൺക്ലൂഡ് ചെയ്യുക. ഇൻട്രൊഡക്ഷൻ ഒന്നും കൺക്ലൂഷനിൽ കൊണ്ടുവരില്ല, എൻ്റെ പേരാണെന്നൊന്നും പറഞ്ഞ് പിന്നെയും കൊണ്ടുവരുത്. കൺക്ലൂഡ് ചെയ്യുക. കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ ഇടയ്ക്ക് മിഡിൽ പാർട്ടിൽ ചെറിയൊരു വിഷ്വൽ എയ്ഡ്, അതായത് നമ്മുടെ ഇപ്പോൾ ടി വിയിലൊക്കെ കാണുന്ന കാർട്ടൂണൊക്കെ പോലെ ചെറിയൊരു വിഷ്വൽ എയ്ഡ് ഒക്കെ ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് മനസ്സിലാകാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് പ്രസന്റേഷൻ സ്കിൽ ആൻഡ് എസെൻഷ്യൽസ് ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് എൻറ്റയർലി പഠിക്കാനായിട്ടുള്ള കാര്യം. ജസ്റ്റ് ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മതി, മനസ്സിലാകും. ഇത് ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ ഞാൻ ഡയറക്റ്റ് മലയാളത്തിൽ പറഞ്ഞാണ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്കിനി 8ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. റീഡിങ് സ്കിൽ. റീഡിങ് എന്ന് പറഞ്ഞാൽ വായിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ വായനാശീലം അല്ലെങ്കിൽ ആ വായനയിലുള്ള നമ്മുടെ സ്കില്ല് എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ അതിൻ്റെ നമ്മൾ നോക്കാൻ പോകുന്നത് റീഡിങ് പ്രോസസ്സ്. റീഡിങ് പ്രോസസ്സ് എന്താണ്? റീഡിങ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ടെക്സ്റ്റ് ബുക്കിലെ അല്ലെങ്കിൽ ഇതാ ഒരു ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ റെഫറൻസ് ബുക്കാണ് ഈ റെഫറൻസ് ബുക്കിലെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ന്യൂസ് പേപ്പർ, എന്ത് തന്നെ കണ്ടന്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന എന്ത് തന്നെ ഒരു മാഗസിൻ ആയിക്കോട്ടെ, അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് ദ റീഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 കാറ്റഗറി ആയിട്ട് ഞാൻ ഇതിലും പറയാം. മെസ്സേജ്, അതായത് ഈ റെഫറൻസ് ബുക്ക് പ്രിപ്പയർ ചെയ്ത ആൾക്ക് ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ എന്തൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അത് മാത്രമാണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം വെച്ച് അയാൾ ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ആ കണ്ടന്റിനെ ഒരു ടെക്സ്റ്റ് ബുക്കാക്കി മാറ്റി. ആ ടെക്സ്റ്റ് ബുക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ റിസീവർ എന്ത് ചെയ്തു, ഈ പുള്ളിക്ക്, അതായത് ഈ മെസ്സേജർക്ക് ഉണ്ടായിരുന്ന ഐഡിയ ആ ടെക്സ്റ്റിൽ നിന്നും വായിച്ച് മനസ്സിലാക്കി എടുക്കുന്നു. സോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് ഈസി ആയിട്ട് കിട്ടി, വേറെ എവിടെയും പോയി തപ്പേണ്ടതൊന്നും വന്നില്ല. സോ ഒരാളത് പ്രിപ്പയർ ചെയ്ത് ഒരു ടെക്സ്റ്റിനകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അണ്ടർസ്റ്റാൻഡിങ് എ ടെക്സ്റ്റ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റീഡിങ്. ഓക്കെ, റീഡിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ടെക്സ്റ്റിനെ മനസ്സിലാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റിനെ മനസ്സിലാക്കുന്നതിനാണ് റീഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ ഗുഡ് റീഡേഴ്സ്. അപ്പം സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം എനിക്ക് ഈ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ദ ഫിഗർ ഷോസ് ദ റിലേഷൻഷിപ്പ് എമംഗ് പ്രയർ നോളജ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ വായിച്ചു വിടുന്നതിനേക്കാളും ചില റീഡേഴ്സ്, അതായത് വായനയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ടെക്സ്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കും. അതായത് ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഓതർ ഡീറ്റെയിൽസ്, അതുപോലെ പബ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിക്കും. ഇത് ഏത് പബ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഇത് ആരാണ് പബ്ലിഷ് ചെയ്തത്, ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഓതർ എന്താണ്, പിന്നെ ഓതർ ആരാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് യൂസ് ചെയ്യുക, എവിടെയൊക്കെയാണ് റെഫറൻസ് ഉള്ളത്, ആ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കും. ആ ടെക്സ്റ്റിനെ മൊത്തം അവർ മനസ്സിലാക്കും. ഇപ്പം ലവേഴ്സ് കാമുകിമാരെ മനസ്സിലാക്കുന്ന പോലെയാണ് ഗുഡ് റീഡേഴ്സ് ടെക്സ്റ്റിനെ മനസ്സിലാക്കുന്നത്. അവരുടെ കാമുകിയായിട്ട് കണ്ട് അതിൻ്റെ അകത്ത് എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത്, എവിടെ നിന്നൊക്കെയാണ് ആ കണ്ടൻസ് എടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ട് മനസ്സിലാകും. അതാണ് ഗുഡ് റീഡേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജീസ് ഓഫ് ഗുഡ് റീഡേഴ്സ് എന്ന് പറയുന്നത് ആ ബുക്കിനെ മൊത്തം അവർ മനസ്സിലാക്കിയിരിക്കും. പിന്നെ നോർമൽ റീഡേഴ്സ് ഉണ്ട്, അവർ ചുമ്മാ അതിൻ്റെ അകത്ത് എന്താണ് ജസ്റ്റ് ഒന്ന് വായിച്ചിങ്ങനെ വിടാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്ന ആൾക്കാരാണ് നോർമൽ റീഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഗുഡ് റീഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ബുക്കിലെ വൊക്കാബുലറീസ് എല്ലാം ഐഡന്റിഫൈ ചെയ്ത്, അതായത് അവർക്ക് വേണ്ട വൊക്കാബുലറീസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഈ ബുക്കുമായിട്ട് ഒരു റിലേഷൻ, ഞാൻ പറഞ്ഞില്ലേ കാമുകീനെ പോലെ, അതുപോലെ തന്നെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരിതെടുത്ത് വലിച്ചെറിയുക അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞിട്ട് വെള്ളം മടക്കി കൊണ്ട് വെക്കുക. അവർക്കത് പ്രത്യേകമായിട്ട് പൊസിഷൻ ഉണ്ടായി. ഷെൽഫൊക്കെ ചില ആൾക്കാരുടെ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ഷെൽഫൊക്കെ ഇങ്ങനെ അടുക്കി ബുക്കൊക്കെ വെച്ചേക്കുന്നത്. സോ അവരതിനെ ലവ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ബുക്കൊക്കെ അടുക്കി അങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീഡിങ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീഡിങ് എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് റീഡിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ
ഫസ്റ്റ് വൺ ആണ് റീഡിങ് പർപ്പസ്ഫുള്ളി. പർപ്പസ്ഫുള്ളി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വായിക്കുന്നതിനാണ് റീഡിങ് പർപ്പസ്ഫുള്ളി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ ടെക്സ്റ്റ് വായിച്ചു, എൻ്റെ ആവശ്യം എന്താണ്, എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം. ആ ഒരു പർപ്പസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വായിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഈ ടെക്സ്റ്റ് വായിക്കാൻ പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ റീഡിങ് ഇൻ സെലക്റ്റീവ്. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തെടുത്ത് വായിക്കുന്നതിനാണ് റീഡിങ് ഇൻ സെലക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പത്രം വരുത്തുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, പത്രം വരുത്തുമ്പോഴത്തേനും നമ്മൾ ആ പത്രം എടുത്തിട്ട് ആദ്യമേ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഒക്കെ കാണും. ചില ആൾക്കാർ സ്പോർട്സ് ന്യൂസ് കാണാൻ വേണ്ടി അല്ല വായിക്കാൻ വേണ്ടി മാത്രം പത്രം എടുക്കുന്നവരുണ്ട്. അവർ പത്രം എടുത്തു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന ഫസ്റ്റ് പേജ് വായിച്ചുകൊണ്ടൊന്നും ഇരിക്കില്ല, സെലക്റ്റീവ്. അവരുടെ സെലക്ഷൻ സ്പോർട്സ് ആണ്. ഏറ്റവും ലാസ്റ്റ് പേജിലോട്ട് പോയി ആ സ്പോർട്സ് മൊത്തം ഇരുന്ന് വായിക്കും. ഓക്കെ, അതിനാണ് റീഡിങ് സെലക്റ്റീവ്ലി എന്ന് പറയുന്നത്. റീഡിങ് സ്പീച്ച് വേരീസ്. അതായത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് നോവൽസ് ഒക്കെ ഇല്ലേ, ഓക്കെ, അപ്പൊ ആ രണ്ട് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചിലപ്പോൾ വായിക്കുന്ന ഡിഫറെന്റ് സ്പീഡിലായിരിക്കും. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് കടുത്തിരുന്നായിരിക്കും വായിക്കുന്നത്. പെട്ടെന്ന് അങ്ങനെ വായിച്ച് തീർത്താൽ മതി എന്നുള്ളൊരു സെറ്റപ്പിൽ, എന്തെങ്കിലും ഇതൊക്കെ ഒന്ന് തീരുമായിരുന്നെങ്കിൽ എന്നൊക്കെ ആ ഒരു സെറ്റപ്പിലൊക്കെയാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ എഴുന്നേപ്പിച്ച് എടുത്ത് നമ്മളെടുത്ത് ആ പുസ്തകത്തിന്റെ ഇപ്പൊ അടുത്തിരുന്ന ആൾ വായിച്ചതിന്റെ ബാക്കി പറയാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവൻ്റെ അടുത്ത് തോണ്ടിട്ട് ചോദിക്കുക എവിടെടാ വായിച്ചെന്ന്, അത്രയും കടുപ്പിലായിരിക്കും. സോ അപ്പം നമുക്കത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ടീച്ചർ അറിയുന്നതിന് മുമ്പ് സിറ്റ് എന്ന് പറയുന്നതിന് മുമ്പ് വായിച്ച് കുറച്ചൊരു പാരഗ്രാഫ് തീർക്കുന്നതിന് മുമ്പ് നമുക്ക് കടുപ്പായിരിക്കും അത്രയും മുന്നേ എഴുന്നേറ്റ് വായിക്കാനായിട്ട് ചില ആൾക്കാർക്ക്. സോ റീഡിങ് സ്പീഡ്ഫുള്ളി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് വായിച്ച് തീർക്കുക. അല്ലെങ്കിൽ ചില ഒരു നോവലൊക്കെ ആണെങ്കിൽ നമ്മൾ പതിയെ ഇരുന്ന്, അതായത് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ പതിയെ ഇരുന്ന് മനസ്സിലാക്കിയൊക്കെ പതിയെ വായിച്ച് മനസ്സിലാക്കുള്ളൂ. നെക്സ്റ്റ് വൺ റീഡിങ് ഇൻ സൈലൻസ്. സൈലൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇപ്പോൾ ഈ ബുക്ക് വായിക്കുമ്പോഴത്തേനും മനസ്സിൽ നമ്മൾ സ്പീച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിൽ വായിക്കുന്നതിനാണ് റീഡിങ് ഇൻ സൈലൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കുന്നതിനാണ് റീഡിങ് ഇൻ സൈലൻസ് എന്ന് പറയുന്നത്. റീഡിങ് ഇൻ ടെക്സ്റ്റ് ബേസ്ഡ്. ചില ആൾക്കാർ, അതായത് ICSE CBSE ഒക്കെ പഠിക്കുന്ന ആൾക്കാർ എന്താണ്, അവരുടെ ലോകം ടെക്സ്റ്റിനകത്താണ്. ഓക്കെ, സ്റ്റേറ്റ് സിലബസിന്റെ അവോയ്ഡ് ചെയ്ത് നിർത്തിയത് കാരണം അവർ മൊത്തത്തിൽ ഓൾറൗണ്ടേഴ്സ് ആണ്. ICSE CBSE പോലുള്ള സിലബസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് ടെക്സ്റ്റിനകത്ത് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എല്ലാം പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവർക്കത് കാണാൻ പിടിച്ച് പോയി എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ അതുപോലെയാണ് റീഡിങ് ഇൻ ടെക്സ്റ്റ് ബേസ് എന്ന് പറയുന്നത്. ഒരു ടെക്സ്റ്റ് ബുക്കിനെ മാത്രം ആസ്പദമാക്കി അവരുടെ ആ ഒരു റീഡിങ്ങും സ്കില്ലും എല്ലാം കൂടെ കൂട്ടി വരുന്നതിനാണ് റീഡിങ് ഇൻ ടെക്സ്റ്റ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലെവൽസ് ഓഫ് മീനിങ്സ്. ഓക്കെ, ലെവൽസ് ഓഫ് മീനിങ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ വായിക്കുന്ന കണ്ടന്റിന്റെ മീനിങ്ങിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനാണ് ലെവൽസ് ഓഫ് മീനിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലെവൽ ലിറ്ററൽ, അതായത് കാവ്യാത്മകമായ മീനിങ്സ്. മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അതായത് ഇപ്പം കവി എന്താണോ ഉദ്ദേശിച്ചത്, നമുക്കിപ്പോൾ കവി ഉദ്ദേശിച്ചത് എന്തെന്നൊക്കെ എഴുതാനായിട്ട് മലയാളത്തിൽ പണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമായിരുന്നു. സോ അതുപോലെ തന്നെ കവി എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് എഴുതിയ ആൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ആ ലിറ്ററലി നമുക്ക് ആ മീനിങ് മനസ്സിലാക്കി എടുക്കുന്നതിനാണ് ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇന്റർപ്രറ്റീവ് മീനിങ്. ഇന്റർപ്രറ്റീവ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എഴുതുന്ന ആള് ഒരു ഫീലിങ്സോടെ ആയിരിക്കും ആ ഒരു പോയം അല്ലെങ്കിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു നോവൽ എഴുതുന്നത്. ഇപ്പം മാമ്പഴം എന്ന് പറയുന്ന കവിത. ഓക്കെ, ഈ കവിത ലാസ്റ്റ് ആ ഉണ്ണി മരിക്കുന്നത്, മാമ്പു വീഴുന്നതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അത് വായിച്ച് കവിത പാടി പറ്റത്തുള്ളൂ. പക്ഷെ ചില ആൾക്കാർ അതിൽ ഫീൽ ചെയ്ത് ആ കവിതയ്ക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ആ അത്രത്തോളം കവിതയെ ഇഷ്ടപ്പെട്ട് കവിതയ്ക്കകത്ത് ഇറങ്ങിച്ചെന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതിനാണ് ഇന്റർപ്രറ്റീവ്. അതായത് ആ കവിതയിലെ അല്ലെങ്കിൽ നോവലിലെ ഫീലിങ്സ് അവരുടെ സ്വന്തം ഫീലിങ്സ് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു കവിതയിലൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു കഴിവ് കിട്ടുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്റർപ്രറ്റീവ് മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ക്രിട്ടിക്കൽ മീനിങ്. ക്രിട്ടിക്കൽ മീനിങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇപ്പോൾ വായിക്കുന്ന നോവലിന് ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം ചില സീരിയൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം അമ്മായിമ്മേനെ കൊന്നുകളയുന്ന മരുമോള് ഗാർഹിക പീഡനം കാരണം അവരുടെ നിവർത്തികേട് കൊണ്ട് അവരങ്ങ് കൊന്നുകളയുന്നു. അപ്പൊ അതിനൊരു ജഡ്ജ് ചെയ്യാനായിട്ടൊരു റീസൺ ഉണ്ട്. ഇവരെന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ശ്രീധരത്തിന്റെ പേര് പീഡിപ്പിച്ച് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ കൊന്നുകളയാം. അപ്പൊ അതിനെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി ഇപ്പോൾ എഴുതുവാണെങ്കിൽ ആ ഒരു കാര്യത്തിന് ജഡ്ജ് ചെയ്യുകയാണ്. എന്നെ ഉപദ്രവിക്കുന്നതുകൊണ്ട് എന്നെ ഗതികെട്ടി ഞാനങ്ങ് കൊന്നുകളയും. സോ അതിനെ ജഡ്ജ് ചെയ്യുമ്പോൾ ആ വായിക്കുന്ന ആൾ ചുമ്മാ വായിച്ചിടാതെ ഇവൾ അതുകൊണ്ടാണല്ലോ അവരെ അങ്ങ് കൊന്നുകളയും, ശരി അവരങ്ങ് പോയത് നന്നായി, ഇവൾക്ക് ഇനി കുറച്ച് നാൾ ജയിലിൽ കിടന്നല്ലോ, അല്ലെങ്കിൽ സുഖമായിട്ടെല്ലാം ജീവിക്കാമോ എന്നൊക്കെ വിചാരിച്ച് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അതിനെയാണ് ക്രിറ്റിക്കൽ റീഡിംഗ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ക്രിയേറ്റീവ് റീഡിംഗ്.
ക്രിയേറ്റീവ് റീഡിങ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ മനസ്സിലാണ് ക്രിയേറ്റീവ് റീഡിങ് വരുന്നത്. ക്രിയേറ്റിവിറ്റിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കുട്ടികളാണ്. കാരണം ഇപ്പം അവർ ബാലരമ എടുക്കുകയാണ്. ഫേമസ് ആയിട്ടുള്ള സ്റ്റോറി എന്താണ്? ജമ്പനും തുമ്പലും. ഓക്കെ, ഇത് അവർ വായിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഞാനാണ് ജമ്പൻ, ഞാനാണ് തുമ്പൻ എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കി തുള്ളിച്ചാടി നടക്കുക. അതായത് ആ സ്റ്റോറിയിൽ അവർ എന്ത് വായിക്കുന്നോ കുറച്ച് കഴിയുമ്പോൾ അവരത് പ്ലേഫുള്ളി അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവന്ന് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ അടുത്തുള്ള പിള്ളേരെയൊക്കെ വിളിച്ച് ഞാൻ ജമ്പനാകാം, നീ തുമ്പനാകുമോ എന്നൊക്കെ ചോദിച്ച് കളിച്ച് നടക്കുന്നതാണ്. ഓക്കെ, അവർ ആ ക്യാരക്ടറിനെ, അതായത് ആ വായിക്കുന്ന ക്യാരക്ടറിനെ ക്രിയേറ്റീവായിട്ട് അവരുടെ ലൈഫിൽ കൊണ്ടുവന്ന് എൻജോയ് ചെയ്യുന്നു. അതാണ് ക്രിയേറ്റീവ് റീഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിയേറ്റീവ് മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റീഡിങ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പം നമുക്ക് പ്രൊനൗൺസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരിക്കും. ഓക്കെ, ചില വേർഡ്സ് ഇപ്പം എന്താണ് പറയുക, ഒരു വേർഡ് സൈക്കോളജിസ്റ്റിന്റെ PSY എന്നാണ് അതിന്റെ സ്പെല്ലിംഗ് പറയുന്നത്. അപ്പൊ ചിലര് അത് സൈക്കോളജിസ്റ്റ് എന്ന് പറയും, പി അവിടെ സൈലന്റ് ആക്കാതെ പിസൈക്കോളജിസ്റ്റ് എന്ന് വായിക്കുന്നുണ്ട്. പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, അതൊരു റീഡിങ്ങിലെ പ്രോബ്ലം ആണ്. തെറ്റായിട്ട് വായിക്കും. ചിലപ്പം ദിസ് ഡേ വാസ് വെരി വാം എന്ന് പറയുന്നത് ദിസ് ഡേ വാസ് ടു വാം എന്നൊക്കെ പറഞ്ഞ് കണ്ണും പൂട്ടിയും വായിക്കുന്നവരുണ്ട്, തെറ്റായിട്ട് വായിക്കുന്നത്. അപ്പം നമ്മൾ റീഡിങ് മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ നമ്മളത് നമ്മുടെ ആ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് അറിയാതെ, അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താണ്, വെരി വാം കണ്ട അല്ലെങ്കിൽ വാം കണ്ട ദിസ് ഡേ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു വേർഡ് നമ്മളെ എക്സ്ട്രാ ഇട്ട് നമുക്ക് തോന്നിയ പോലെ വായിക്കുന്നതാണ് റീഡിങ് മിസ്റ്റേക്സ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്കത് പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ലാത്തോ. ഓക്കെ, പിന്നെ മീനിങ് അറിയാത്തതൊന്നും റീഡിങ് മിസ്റ്റേക്സിൽ അല്ലെങ്കിൽ റീഡിങ് പ്രോബ്ലംസിലൊന്നും വരുന്നതല്ല. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു സെന്റൻസ് ഉണ്ട്, ആ സെന്റൻസ് നമുക്ക് കണ്ടപ്പോൾ ഒന്ന് മനസ്സിലായി. ഓക്കെ, നമ്മളത് ടെക്സ്റ്റ് നോക്കാതെ വായിക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്തെ വേർഡ്സ് ചിലപ്പം ഇന്റർചേഞ്ച് ആകാം. ഓക്കെ, വെരി എന്നുള്ളത് ടു ആകാം, അല്ലെങ്കിൽ ബിഗ് ആകാം, അങ്ങനെയൊക്കെ മാറി ഇന്റർചേഞ്ച് ആയിട്ട് നമ്മുടെ ആ ഒരു വായിക്കുന്ന രീതി മാറിപ്പോകുന്നതിനാണ് റീഡിങ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും റീഡിങ് പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാനായിട്ട് പ്രൊനൗൺസിയേഷനുമായിട്ട് എപ്പോഴും ഇന്ററാക്റ്റഡ് ആയിരിക്കണം. പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് നമ്മൾ അറിയണം. ഒരു വേർഡ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, ഇപ്പൊ ഈ വേർഡ് എവിടെയും കേൾക്കുവാണെങ്കിൽ ഓഡിയബിൾ ആയിട്ട് ഇപ്പൊ ഗൂഗിളിലൊക്കെ ഇപ്പൊ നമ്മൾ സൈക്കോളജിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു തരും. സോ അതുപോലെ എവിടെയെങ്കിലും ഇട്ട് കേട്ട് നോക്കിയിട്ട് പിന്നീട് അത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു റീഡിങ് പ്രോബ്ലം മാറും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഇപ്പം നോക്കി വായിക്കുവാണെങ്കിൽ ഒരു പ്രാവശ്യം നോക്കി, ഇതിപ്പം ഞാനിപ്പോൾ ഇവിടെ വായിക്കുകയാണ്, ദ ബോയ് ലുക്ക്ഡ് സ്ലോലി ടു ദ റൈറ്റ്. ഓക്കെ, ഞാനിത് ഇവിടെ വായിച്ചു, എൻ്റെ കണ്ണുകൊണ്ടാണ് വായിച്ചത്. ഓക്കെ, ഞാനത് ചിലപ്പോൾ വായിക്കുമ്പോഴത്തേനും ദ ബോയ് ലുക്ക്ഡ് സാഡ്ലി ടു ദ റൈറ്റ്. സ്ലോലി എന്നുള്ള ആ ഒരു സെന്റൻസ് എൻ്റെ വായിന്ന് മാറി സാഡ്ലി എന്നായിപ്പോയി. ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന സ്ലോലി. ഓക്കെ, ദ ബോയ് ലുക്ക്ഡ് സാഡ്ലി ടു ദ റൈറ്റ്. സ്ലോലി പതിയെ തിരിഞ്ഞു നോക്കുന്നത് സാഡ്ലി, ഭയങ്കര വിഷമമാണ്. അങ്ങനെ നമുക്ക് മിസ്റ്റേക്സ് വരാം. അപ്പം റീഡിങ് പ്രോബ്ലത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, ആ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ സൈറ്റ് എപ്പോഴും ബുക്കിലായിരിക്കണം. നമുക്ക് ആ പ്രൊനൗൺസിയേഷനെ കുറിച്ചുള്ള നോളജും എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 8 നമുക്ക് ലാസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ഫോൾട്ടി റീഡിങ് ഹാബിറ്റ്സ് ആണ്. ഫോൾട്ടി റീഡിങ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള വായനാ ശൈലികൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം നോക്കാനുള്ളത് സബ് വോക്കലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മളിപ്പം ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഞാനിപ്പോ ഇത് വായിക്കുകയാണ്, ഫിംഗേഴ്സ് പോയിന്റിങ് ഈസ് അനദർ ഫോൾട്ടി. പെട്ടെന്ന് ചിലപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കൊരു ഡിസ്റ്റർബൻസ് ആയേക്കാം. ഓക്കെ, സബ് വോക്കലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് റേസ് ചെയ്ത് അല്ലെങ്കിൽ സൗണ്ടൊക്കെ റേസ് ചെയ്ത് മറ്റുള്ളവരൊക്കെ ബുദ്ധിമുട്ടിച്ച് നമ്മൾ വായിക്കുന്നതിനെയാണ് സബ് വോക്കലൈസേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്കത് വായിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് അതൊരു സപ്പോർട്ടാണെങ്കിലും ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിംഗേഴ്സ് പോയിന്റിങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് ടീച്ചർ ബുക്ക് വായിക്കാൻ പറയും. ഞാൻ ആദ്യമേ പറഞ്ഞ കേസ്. അപ്പം പുള്ളി വായിക്കുമ്പോഴത്തേനും ഞാനിപ്പം പുള്ളി വായിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കൈ ഓടിച്ചുകൊണ്ടിരിക്കും. ഇതൊരു ലൈൻ ആണെങ്കിൽ ആ സെൻറ്റൻസിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ടീച്ചർ അടുത്ത് എൻ്റെ അടുത്ത് വായിക്കാൻ പറയുമ്പോൾ എനിക്കറിയത്തില്ല എവിടെയാണ്, കണ്ണുകൊണ്ട് നോക്കി കണ്ടുപിടിക്കാൻ അറിഞ്ഞുകൂടാ, കൈ ചൂണ്ടി വെച്ചാലേ അതറിയത്തുള്ളൂ. സോ ഞാനത് അവൻ വായിച്ചു നിർത്തി ഞാൻ എഴുന്നേറ്റ് വായിക്കുകയാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ലൈൻ ഇങ്ങനെ വായിക്കുക, ഈ ലൈനെല്ലാം ഇങ്ങനെ വായിച്ചു, ഇപ്പം എനിക്ക് ഇത്രയും വായിക്കണം, ഈ ഒരു 3 പാരഗ്രാഫ് വായിക്കണം. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ വായിച്ച് പോവാണ്. ഇങ്ങാണ് എൻ്റെ കൈ ഇവിടെ വെച്ചിട്ടില്ല എങ്കിൽ, എൻ്റെ ഫിംഗർ ഇവിടെ പോയിന്റ് ചെയ്തിട്ടില്ല എങ്കിൽ, ഞാൻ ഈ ഫോൾട്ട്സ് ഇൻ റീഡിങ് ടെക്നിക്സ് എന്നുള്ള ലൈൻ ഒന്ന് വായിച്ച് താഴത്തെ ലൈൻ വായിച്ചതിന് ശേഷം പിന്നെ മണ്ടലത്തെ ലൈൻ വായിക്കും. എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റും.
ഓക്കെ, എൻ്റെ ഫിംഗർ, അതായത് ഫിംഗർ വെച്ച് ഞാൻ ശീലിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ഫിംഗറില്ലാതെ ലൈൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ അതായത് ഫിംഗർ പോയിന്റിങ് എന്ന് പറയുന്നത് ഒരു ഫാൾട്ടി റീഡിങ് ഹാബിറ്റ് ആണ്. നമ്മളൊരു കാരണവശാലും പ്രാക്ടീസ് ചെയ്യരുത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് വായിക്കാൻ പറഞ്ഞാൽ നമ്മൾ ബുക്ക് എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അവർ തന്നെ നോട്ടീസ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തോണ്ടി വായിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് അതൊരു ഫാൾട്ടി റീഡിങ് ഹാബിറ്റ് ആണ്. നെക്സ്റ്റ് വൺ, റീഗ്രഷൻ എന്ന് പറയുമ്പം നമ്മൾ ഇപ്പം ഒരു സ്റ്റോറി വായിക്കുകയാണ്. അപ്പം സ്റ്റോറി വായിക്കുമ്പോഴത്തേനും ദെൻ ഇറ്റ് ഹാപ്പൻഡ് ദാറ്റ് എന്ന് പറഞ്ഞൊരു ലൈൻ നമ്മൾ വായിച്ചു, അല്ല ഒരു പോർഷൻ നമ്മൾ വായിച്ചു ഒരു ലൈൻ്റെ. ഓക്കെ, ദെൻ ഇറ്റ് ഹാപ്പൻഡ് ദാറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടൊരു കോമ ഇട്ടിട്ട്, ആ ഒരു സെന്റൻസിന് കോമ ഇട്ടിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്ത ഇത് കൊടുക്കുകയാണ്. ഹി വാസ് ഗോയിങ് ടു ദെയർ, then it happened that he was going to there without knowing or without the permission of his mother എന്ന് പറഞ്ഞൊരു സെന്റൻസ്. അപ്പൊ then it happened that കോമ. ഓക്കെ, he was going എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കണ്ണ് തിരിച്ചു വരും. then it happened that he was going there. അഗെയിൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ ഒന്ന് വായിച്ച കാര്യം എൻ്റെ കണ്ണത് പിന്നെയും പരതി എടുത്ത് റിപ്പീറ്റ്, അതായത് നമ്മൾ വായിക്കുന്ന കാര്യം പിന്നെയും റിപ്പീറ്റ് ചെയ്ത്, അതായത് നമ്മുടെ കണ്ണ് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ കൊണ്ടിട്ട് നമ്മളെ കൊണ്ട് വായിക്കാനായിട്ട് പ്രലോഭിപ്പിക്കുന്നതിനെയാണ് റിഗ്രഷൻ ഐസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഫാൾട്ടി റീഡിങ് ഹാബിറ്റ്സ്. അപ്പൊ റീഡിങ് സ്കിൽ എന്താണ്, വായന എന്താണ് എന്നൊന്നും ആരെയും പഠിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ബട്ട് അതിൻ്റെ അകത്തെ കുറച്ച് കോൺസെപ്റ്റ് മാത്രം നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രസന്റേഷൻ സ്കിൽ, നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ പോയി നിന്ന് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൽ ഓട്ടോമാറ്റിക്കലി വെളി വരണം. പിന്നെ ഇതൊക്കെ അതിൻ്റെ ഒരു സ്ട്രാറ്റജി ആണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ പ്രോജക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സെമിനാർ ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ഇതുപോലൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ബട്ട് ഇതൊരു ബേസിക് പ്രസന്റേഷൻ പ്രിപ്പറേഷൻ മാത്രമാണ്. പ്രസന്റേഷൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അത്രയൊന്നും പഠിക്കാനില്ല. നെക്സ്റ്റ് വൺ, റീഡിങ് സ്കിൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മളെല്ലാവരും ബുക്കും പത്രവും മാഗസീൻസും ഒക്കെ വായിക്കുന്നവരാണ്. അല്ലെങ്കിൽ ചെറിയ ന്യൂസ് ആണല്ലോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒരാൾ പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റിൻ്റെ താഴെ എന്താണ്, ആ പോസ്റ്റിൻ്റെ അടിയിലുള്ള കമൻസ് എന്താണെന്ന് വരെ വായിക്കുന്നവരാണ്. സോ നമ്മളത് ഒരാൾക്കും ഇലാബറേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് മിസ്റ്റേക്സ്, അതിൻ്റെ അത് സ്ട്രാറ്റജീസ്, ചിലരെങ്ങനെ വായിക്കുന്നു, ചിലരിപ്പോൾ എന്താണ് ആ വായനയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്, അവരുടെ സ്നേഹം എങ്ങനെയാണ് വായന അല്ലെങ്കിൽ ഒരു ബുക്കിന് കൊടുക്കുന്നത്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ റീഡിങ് ഹാബിറ്റ്സിലെ ഫോൾട്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് മാത്രമാണ് റീഡിങ് സ്കിൽസ് എന്ന് പറയുന്ന യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഈ 2 യൂണിറ്റ് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ കോർഡിനേറ്റിംഗ്. ബൈ.